വെൽക്കം ടു ജയാസ് ഹോംലി കിച്ചൻ. ഇന്ന് നമുക്ക് പാവയ്ക്ക മെഴുക്കുവരട്ടി തയ്യാറാക്കാം. പാവയ്ക്ക എല്ലാവർക്കും ഇഷ്ടമാണ്, എന്നാൽ തന്നെയും അതിൻ്റെ കയ്പ്പ് കാരണം ഒരുപാട് പേര് അത് തയ്യാറാക്കാനായിട്ട് മടിക്കാറുണ്ട്. നമുക്കിന്ന് പാവയ്ക്കയുടെ കയ്പ്പ് കളയാനായിട്ടുള്ള 2 വഴികൾ നോക്കാം. ആദ്യത്തേത്, അരി കഴുകി വെച്ച ആദ്യത്തെ വെള്ളത്തിൽ പാവയ്ക്ക കട്ട് ചെയ്ത് ഏത് ഷേപ്പിലാണോ സൈസിലാണോ നമ്മൾ കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സൈസിൽ കട്ട് ചെയ്ത് വെള്ളത്തിൽ ഒരു 10-20 മിനിറ്റ് ഇട്ട് വയ്ക്കുക. അതിനുശേഷം ആ വെള്ളത്തിൽ നിന്ന് എടുത്ത് 1-2 വെള്ളത്തിൽ കഴുകി ഉപയോഗിക്കാം. ഒരുവിധം കയ്പ്പെല്ലാം അതിൽ മാറിക്കിട്ടും. പിന്നെ വേറൊരു വഴി, പാവയ്ക്ക മൊത്തത്തിൽ മുഴുവനായിട്ട് തന്നെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ കുറേ മുള്ളുകൾ പോലെ നിൽക്കുന്നത് നമുക്ക് കാണാം. പാവയ്ക്കയുടെ മുകളിലായിട്ട് അതിൽ വലിയ വലിയ മുള്ളുകളായിട്ടുള്ളത് ഒന്ന് ചെറുതായിട്ട് കത്തി കൊണ്ട് ചെത്തിക്കളയുക. എല്ലാ മുള്ളും ചെത്തിക്കളയരുത്, വലിയ മുള്ളുകളായിട്ടുള്ളത് ഒന്ന് ചെത്തിക്കളയുക. എന്നിട്ട് നമുക്ക് കറിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ കയ്പ്പ് കുറഞ്ഞിരിക്കും. പാവയ്ക്ക 2 നിറത്തിലുള്ളതാണ് നമുക്ക് പൊതുവെ കിട്ടുന്നത്. കുറച്ച് വെള്ളയായിട്ടും നല്ല കരിമ്പച്ച കളറിലുള്ളതുണ്ട്. കരിമ്പച്ച കളറിലുള്ളതിൽ കുറച്ച് കയ്പ്പ് കൂടുതലാണ്, പക്ഷെ അതിന് ഗുണവും കൂടുതലാണ്. അപ്പം അഥവാ കയ്പുള്ള പാവയ്ക്ക കഴിക്കാൻ മടിക്കുന്നവർക്ക് വെള്ള നിറത്തിലുള്ള പാവയ്ക്ക വാങ്ങിച്ച് കറി വെച്ച് കഴിക്കാവുന്നതാണ്. ഇനി നമുക്ക് മെഴുക്കുവരട്ടി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു വലിയ പാവയ്ക്ക മുള്ള് ചെറുതായിട്ടൊന്ന് ചെത്തി കളഞ്ഞിട്ട് കുറച്ച് കാടിവെള്ളത്തിലിട്ട് കഴുകി എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 200 ഗ്രാമിൽ കൂടുതലുണ്ട്. പിന്നെ വേണ്ടത് 10-15 ചെറിയ ഉള്ളി, 1 പച്ചമുളക്, 5-6 കറിവേപ്പില, 1.5 തൊട്ട് 2 ടീസ്പൂൺ വരെ മുളക് പൊടി ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ കടുക്, 3 ടീസ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. പക്ഷെ പാവയ്ക്ക മെഴുക്കുവരട്ടിക്ക് കുറച്ചുകൂടെ വേണമെങ്കിൽ എണ്ണ ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ചെറിയ ഉള്ളി ഒന്ന് ചതച്ചെടുക്കാം. ഒരുപാട് അരിഞ്ഞു പോകണ്ട, 1-2 ചതച്ചെടുക്കാം. ചെറിയ ഉള്ളി 1-2 ചതച്ചെടുത്തിട്ടുണ്ട്. മിക്സിയിലാണ് ചെയ്യുന്നതെങ്കിൽ വളരെ ശ്രദ്ധിക്കുക, ഒരുപാട് അരിഞ്ഞു പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു പാൻ ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ബാക്കി വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. കടുക് പൊട്ടിക്കാം. കറിവേപ്പിലയും പച്ചമുളകും ചെറിയ ഉള്ളിയും ചേർത്ത് നന്നായിട്ടൊരു 2-3 മിനിറ്റ് വഴറ്റാം. അതിൻ്റെ കൂടെ ഉപ്പും കൂടെ വേണമെങ്കിൽ ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കുക, അല്ലെങ്കിൽ ഓഫ് ചെയ്തിട്ട് ചേർത്താലും മതി. പച്ചമണം ഒന്ന് മാറി കിട്ടുന്നത് വരെ നമുക്കിതൊന്ന് ചൂടാക്കാം. പാവയ്ക്കയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കാം. പാവയ്ക്ക ഞാനിവിടെ പച്ചയ്ക്കാണ് ചേർത്തിട്ടുള്ളത്. അഥവാ നമുക്ക് തിരക്കുള്ള സമയം കുറവാണെങ്കിൽ പാവയ്ക്ക കുക്കറിൽ കുറച്ച് ഉപ്പ് ഇട്ട് 1 വിസിൽ വെച്ച് വേവിച്ചെടുത്തിട്ട് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇന്ന് പക്ഷേ ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്, അല്ലാതെ പാനിൽ തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. നന്നായിട്ട് 1-2 മിനിറ്റ് ഈ മസാലയെല്ലാം പാവയ്ക്കയിൽ പിടിക്കുന്ന രീതിയിലായിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. വെള്ളം കുറച്ച് ഒഴിക്കുന്നതുകൊണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് വയ്ക്കുക. അടച്ച് വെച്ച് വേവിക്കാം. 2-3 മിനിറ്റ് സമയം കഴിഞ്ഞ് ഒന്നുകൂടെ നമുക്ക് ഇളക്കി കൊടുത്ത് പാവയ്ക്ക വേവിച്ചെടുക്കാം. 2-3 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കാം. ഏകദേശം ഇനി നന്നായിട്ട് വെന്തെടുക്കാൻ ഒരു 7-8 മിനിറ്റെങ്കിലും വേണ്ടി വരും. ഒന്നുകൂടെ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. പാവയ്ക്ക വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് കൂട്ടി വെച്ച് ബാക്കി വെച്ചിരിക്കുന്ന വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഏകദേശം നല്ല വെന്തതുപോലെയാണ് ഇരിക്കുന്നത്. നമുക്ക് മെഴുക്കുവരട്ടി കുറച്ചും കൂടെ ക്രിസ്പി ആയിട്ട് നല്ല മുരുമുര വേണമെങ്കിൽ അവസാനം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നന്നായിട്ട് 3-4 മിനിറ്റ് നമുക്കിതൊന്ന് മൊരിയിച്ചെടുക്കാം. 2-3 മിനിറ്റും കൂടെ പാവയ്ക്ക നന്നായിട്ട് മൊരിയിച്ചെടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണും കൂടെ അതിന് ശേഷം ഞാൻ വെളിച്ചെണ്ണ ചേർത്തിരുന്നു. വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടെ ഓയിലും കൂടെ ചേർത്ത് ഇനി ഇതിലും കൂടുതലായിട്ട് മൊരിയിക്കണമെങ്കിൽ മൊരിയിച്ചെടുക്കാം. പക്ഷേ എനിക്ക് ഈ ടേസ്റ്റിലെടുക്കുന്നതാണ് താല്പര്യം.
നമുക്കിനി വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. രുചികരമായ പാവയ്ക്ക മെഴുക്കുവരട്ടി തയ്യാറായി കഴിഞ്ഞു. തിരക്കുള്ള സമയത്താണെങ്കിൽ പാവയ്ക്ക ഒരു വിസിൽ വെച്ച് വേവിച്ചെടുത്തിട്ട് തയ്യാറാക്കുക. ഇതെല്ലാവരും തീർച്ചയായിട്ടും പരീക്ഷിക്കുക. നല്ല ഗുണമുള്ള ഒരു കറിയാണ്. എണ്ണയുടെ അളവ് ഇതിലും കുറയ്ക്കണമെന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.